ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂടായിട്ടുള്ള പേപ്പർ ദോശയും അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുതിന ചമ്മന്തിയും. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു അരമുറി സവാള, അത് ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം 1 മിനിറ്റ് നമുക്ക് ഈ സവാളയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ സവാള മൂത്തിട്ടൊന്നും പോവണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാവും. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളിയുടെ മുറി കൂടെ പീസാക്കിയിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റ് കൂടെ നമുക്ക് ഈ തക്കാളിയും സവാളയും ഒന്നുകൂടെ ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല ചപ്പാത്തിക്കും കൂടി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അങ്ങനെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1 കപ്പ് പുതിനേൻ്റെ ഇല അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇല അങ്ങനെ അധികം ഒന്നും കറുത്തൊന്നും പോവരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അതങ്ങനെ പുതിനേൻ്റെ ഇലയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4-5 കഷ്ണങ്ങൾ തേങ്ങ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കഷ്ണങ്ങൾ വേണമെന്നൊന്നുമില്ല, ചെറിയ തേങ്ങയാണെങ്കിൽ കൈ കൊണ്ട് 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 പിടി നിലക്കടല വറുത്തത്, അതിൻ്റെ തൊലിയൊന്നും കളയൊന്നും വേണ്ട, നമുക്ക് അങ്ങനെ തന്നെ ചേർക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ തേങ്ങയും കടലയും കൂടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് പിന്നീട് അരയാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയും പുതിനേൻ്റെ ഇലയും എല്ലാം ചേർത്തിട്ട് ഫുള്ളായിട്ട് അങ്ങ് ഈ മിക്സിയിൽ അങ്ങ് നിറച്ച് കൊടുക്കാം. ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ 4 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ള ചമ്മന്തി നമുക്ക് കിട്ടും കേട്ടോ. ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ 1 തക്കാളിയും 1 സവാളയും ചേർത്ത് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ അരയാൻ ആവശ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അതും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പുതിന ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക്. ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും കൂടെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ അത്. ഇനി നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല പേപ്പർ പോലത്തുള്ള നെയ് റോസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിലേക്ക് നമ്മളുടെ ഈ ചമ്മന്തിയും പിന്നെ കുറച്ച് സാമ്പാറും കൂടി ചേർത്തിട്ട് ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.